Fluid mechanics and hydraulics in the fourth module, we will open channel എന്താണെന്ന് കണ്ടു. അതിന്റെ velocity distribution, typical velocity profile കണ്ടു. Different types of channels like prismatic and non-prismatic channel. അങ്ങനെയുള്ള details കണ്ടു. അതുപോലെ different types of flows like steady flow and unsteady flow, uniform flow and non-uniform flow കണ്ടു. പിന്നെ നമ്മൾ എന്ത് കണ്ടു? Geometrical properties of various channel sections. For example, horizontal rectangle, circular channels. We different types of flows, channel flows. The main category is uniform and non-uniform flow. Any remaining fourth module, completely we are going to deal about uniform flow. So what do you mean by uniform flow? എന്താണ് uniform flow? Uniform flow എന്ന് വെച്ച് കഴിഞ്ഞാൽ if the flow properties remains constant with respect to distance, we can call that flow as uniform flow. Suppose if I take up a flow like this, I have a channel flowing in this direction. Let this position be 1 and let this position be 2. Okay, let it have a water at this level. Now suppose if this water level at section 1 is y1 and section 2 is y2. Now if this section y1 is equal to y2, that means this flow property, depth of water y1 at section 1 is equal to y2 at section 2, we can call that flow property as constant. Similarly, if all other flow properties are constant, then we can say that is an uniform flow. So what are the fluid properties that we can take as constant? Here the sum of the fluid properties that we will take into consideration are depth, area, velocity, discharge. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സെക്ഷൻ 1 ഡെപ്ത് ഇത്രയാണ്, സെക്ഷൻ 2 ഇത്രയാണ്. അത് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു യൂണിഫോം ഫ്ലോ പ്രോപ്പർട്ടി ആണെന്ന് പറയാം അല്ലേ? അതേപോലെ ഈ ഡെപ്ത് ഇതുപോലെ സെയിം ആണ്, അതേപോലെ ഏരിയ സെയിം ആണെന്ന് വെച്ചോ. ഏരിയ സെയിം ആണ്, ഇതിൻ്റെ അകത്തുള്ള വോളിയം സെയിം ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്? ഡിസ്ചാർജ് വിൽ ബി സെയിം. Q1 will be equal to Q2. Now if Q1 is equal to Q2, then automatically what happens is V1 will be equal to V2. ഇങ്ങനെ എല്ലാ ഫ്ലോ പ്രോപ്പർട്ടീസും കോൺസ്റ്റന്റ് ആണ്. ഒരു രണ്ട് പോയിന്റ് തമ്മിലുള്ള എല്ലാ ഫ്ലോ പ്രോപ്പർട്ടീസും കോൺസ്റ്റന്റ് ആണെങ്കിൽ we can say that is a uniform flow. ഇനി ഇങ്ങനെ ഒരു ചാൻസ് എപ്പോഴൊക്കെ ഉണ്ടാവുക? നോർമൽ നാച്ചുറൽ റിവേഴ്സിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല. ഇത് എപ്പോഴും സംഭവിക്കുക, പരമാവധി നമുക്ക് സംഭവിക്കാൻ പറ്റുന്നത് പ്രിസ്മാറ്റിക് ചാനൽസിലാണ്. അപ്പോൾ ചാനൽ ഷുഡ് ബി പ്രിസ്മാറ്റിക് if the flow should be uniform. ഈ ഫ്ലോ യൂണിഫോം ആവണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായിരിക്കണം? പ്രിസ്മാറ്റിക് ചാനൽ ആണ്, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഫോളോ അപ്പ് ചെയ്യാൻ. ഇനി സപ്പോസ് if you have a channel like that and we have the uniform flow in it, how easily we can compute the various flow properties like discharge? ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് പറ്റും? യൂണിഫോം ഫ്ലോ കമ്പ്യൂട്ടേഷൻസ് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും? അതിന് ഡിഫറെൻറ്റ് ഫോർമുലാസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഫോർമുല ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, Chessy's equation. Using Chessy's equation, we can easily calculate what is the discharge through an uniform flow channel. Okay, അപ്പോൾ നമ്മളിവിടെ ഒരു പ്രിസ്മാറ്റിക് ചാനലിലേക്കുള്ള ഫ്ലോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഫ്ലോ ബെഡ് ഒരു ഇൻക്ലൈൻഡ് സ്ലോപ്പിൽ ബെഡ് സ്ലോപ്പ് Z0 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഇൻക്ലിനേഷൻ ആംഗിൾ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ലോപ്പ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് S0 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സെക്ഷൻ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ വോളിയം 1, 1 to 2, 2 എടുത്തിട്ടുണ്ട്. ഫൈൻ. ഇനി ഇതിൻ്റെ അകത്ത് ഡെപ്ത് ഓഫ് വാട്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടം വരെയാണ് ഡെപ്ത് ഓഫ് വാട്ടർ. വാട്ടർ ഫ്രീ സർഫസ് ഇവിടെയാണ് തന്നിട്ടുണ്ട്. ഇനി ഇതെന്താന്ന് പറഞ്ഞു? യൂണിഫോം ഫ്ലോ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ സെക്ഷൻ 1 ഡെപ്ത് തന്നെയായിരിക്കും ഇത് സെക്ഷൻ 2. അപ്പം ഞാൻ അതിലേക്കൂടെ ഒരു വാട്ടർ സർഫസ് SW വരച്ചു കഴിഞ്ഞാൽ ആ SWൻ്റെ സ്ലോപ്പും ഈ ബെഡ് സ്ലോപ്പും സെയിം ആയിരിക്കൂലേ? കാരണം SW എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടറിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ ഡെപ്ത് ഓഫ് വാട്ടർ മാറുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് സംഭവിക്കും? എന്താണോ നമ്മുടെ ചാനൽ ബെഡിൻ്റെ സ്ലോപ്പ് അതേ സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാനിവിടെ water surface slope എടുക്കുവാണ് SW. In case of uniform flow, SW will be equal to S0. Okay, now after that, after representing the depth of water, now I am going to represent what is kinetic head, V square by 2G. Okay, രണ്ട് സൈഡിൽ V square by 2G represent ചെയ്താൽ here also again V1 will be equal to V2. അപ്പോൾ ഈ ഒരു സ്ലോപ്പും എനർജി സ്ലോപ്പും മാറുമോ? ഇല്ല. ആ എനർജി സ്ലോപ്പ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് SF ആണ്. അപ്പോൾ എനർജി സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു S0, കാരണം വെലോസിറ്റിക്കും അവിടെ ഒരു ചേഞ്ച് ഇല്ല. സോ ഇൻ ആൻ യൂണിഫോം ഫ്ലോ, വാട്ടർ സർഫസ് സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു എനർജി സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു ചാനൽ ബെഡ് സ്ലോപ്പ്. ഓക്കെ, അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ എല്ലാ ഇക്വേഷൻസും യൂണിഫോം ഫ്ലോ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിത്ത് റെസ്പെക്ട് ടു S0 ആണ് പറയാം.
അതായത് മൂന്ന് സ്ലോപ്പ് ഉണ്ട്, ഇത് മൂന്ന് ഈക്വൽ ആണെങ്കിൽ പോലും നമ്മളൊരു ഇക്വേഷൻ റിപ്രസെന്റ് ചെയ്യുമ്പോൾ എപ്പോഴും എസ് നോട്ട് വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ എസ് നോട്ട് എന്നുള്ള ഇക്വേഷനിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇക്വേഷൻ റിപ്രസെന്റ് എൻ യൂണിഫോം ഫ്ലോ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഫിഗറിലേക്ക് വീണ്ടും വരാം. ആ ഫിഗറിൽ മൊത്തം ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ, the first one is component of weight. നമുക്ക് weight താഴോട്ടാണെന്ന് ആക്ട് ചെയ്യുന്നറിയാം. നമുക്ക് ഫ്ലോ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ആണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എടുക്കാൻ പറ്റുന്നത് component of weight of water along the flow direction. ഓക്കെ, അപ്പോൾ സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ആ ഫ്ലോ ഡയറക്ഷനിലുള്ള വെയിറ്റിന്റെ കമ്പോണന്റ് എന്തായിട്ട് എടുക്കാം? W sin theta. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് pressure force at section 1-1. Okay, so let that be P1. Similarly, third one is pressure force at section 2-2. Let it be P2. And next one is, last one is fourth one. Fourth one is frictional resistance. And I am marking FF ആണ്. അതായത് ഈ ഫ്ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ബെഡിൽ ഫ്ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഇൻ ദിസ് ഡയറക്ഷൻ വി ഹാവ് FF. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1-1 നമുക്ക് P1 എന്നുള്ള പ്രഷർ ഉണ്ട്, സെക്ഷൻ 2-2 നമുക്ക് P2 എന്നുള്ള പ്രഷർ ഉണ്ട്. അപ്പം ഇത് എപ്പോഴും നമുക്ക് ആ ഫ്ലോയിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും P1 ഉം P2 നമ്മൾ എടുക്കുന്ന സെക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുക. സോ P1 ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ P2 ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ഒന്ന് എടുക്കുകയാണെങ്കിൽ what happens is, by applying momentum equation we can write it as, അതായത് നമ്മൾ ഈ ഇക്വേഷൻസ് എല്ലാം ഒരേ ഡയറക്ഷനിലേക്കുള്ളത് പോസിറ്റീവും റിവേഴ്സ് ഡയറക്ഷനിലുള്ളത് നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇക്വേഷൻ P1 പോസിറ്റീവ് ഡയറക്ഷൻ പ്ലസ് W sin theta minus frictional resistance FF minus P2. This is equal to M2 minus M1. Okay, now if the flow is uniform, this M2 minus M1 will be equal to 0, and also P1 is equal to P2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഇക്വേഷൻ എന്തായിട്ട് വരും? W sin theta is equal to FF. Let this be equation 1. W sin theta is equal to FF. Now what is W? W is weight of water, right? W is weight of water. You can simply write this one as gamma A into length, area into length. Now how do you get this one? If you want to know it, just see here, W is weight of water. This is equal to mass into acceleration due to gravity. I can write it so, right? Again, replacing this M, I can here we can say density is equal to mass by volume. So from that, mass equal to density into volume. So density into volume into G. What is rho G? That is specific weight of water or unit weight of water. Unit weight of water, rho G, I can represent it by gamma. Rho G is equal to gamma. So gamma or omega, I can even write it as omega. So omega into, here for specific weight we have two symbols, omega or gamma. So gamma or omega into volume. Again, what is volume? Volume I can replace it by area into length of channel, area of cross section into length of channel. So here this equation is equal to omega into area into length of channel. Omega, either you can use the symbol omega or you can use the symbol gamma. So starting from the module 1, as we have used the symbol omega, we will be continuing with this same symbol itself. Now for the second one, frictional resistance. Okay, now what is frictional resistance? FF. This is equal to tau naught into AP into L. Now if you want to know how you obtain this one,
from basic equation of stress, you know that stress is equal to force per area, right? Force per area. Now area, in case of a channel, that area will be wherever the frictional resistance happens. Okay, here shear stress is due to frictional resistance and this force is frictional resistance. Okay, so here I can write F equal to tau into area. Now how do you calculate this area? Means area is equal to the place where the frictional resistance act. So frictional resistance act along this bed, so completely along the perimeter. If I take a channel like this, so the frictional resistance of water will be along wherever the water slide over the bed. So this complete portion will be affected with frictional resistance. So I can write that area as perimeter into length. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? This tau is equal to, sorry, F is equal to tau into perimeter into length എന്ന് പറഞ്ഞു. Here the perimeter into length ആണ് affected area. Okay, so the equation became tau into P into L. Now substitute these formulas into equation 1. I will get that equation as, instead of W, omega AL sin theta is equal to tau naught into PL. Now what is sin theta? Sin theta is the slope of the bed, right? Sin theta is slope of the bed. So if I write sin theta is equal to opposite side by hypotenuse. Okay, opposite side by hypotenuse, or I can write it as, if sin theta is too small, that will be equal to theta, or that will be equal to the slope of the bed. So directly I can write it as sin theta is equal to S naught. ആ രീതിയിൽ നമ്മൾ സൈൻ തീറ്റേനെ അവിടെ റീപ്ലേസ് ചെയ്യുവാണ്. അപ്പോൾ സൈൻ തീറ്റേനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? W A L into S naught. This is equal to tau into perimeter into length. Now taking tau naught to one side and the remaining portion to the other side and cancelling equal terms. So here I can cancel L and L. Okay, എന്നിട്ട് tau naught ഒരു സൈഡിലേക്ക് എടുക്കുകയാണ്. Tau naught is equal to omega A by P into S naught. Now what is A by P? What is A by P? That is hydraulic radius. So omega into R S naught. Omega into R S naught. Now again I have to replace this tau naught. How I will replace it means that here take this tau naught as a function of, or this is proportional to velocity square, or I can write it as tau naught is equal to k into rho into v square, where k is a constant and rho is density. Now substitute this equation in this equation, equation 2. Okay, so if I substitute it over there, instead of tau naught I can write it as k into rho into v square. This is equal to omega r s naught, or velocity square is equal to omega by k into rho into r s naught. നമ്മളിവിടെ വെലോസിറ്റി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു യൂണിഫോം ഫ്ലോയിൻ്റെ ഡീറ്റെയിൽസ്, ഫ്ലോ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലോ കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് വെലോസിറ്റി അറിയണം. അതുകൊണ്ടാണ് വെലോസിറ്റി ഒരു ഡയറക്ഷനിലേക്ക് എടുക്കുന്നത്, ബാക്കിയെല്ലാം വേറെ ഡയറക്ഷനിലേക്ക് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ കിട്ടും? വെലോസിറ്റി ഈസ് ഈക്വൽ ടു square root of omega by k rho into square root of r s naught. Now this is simplified. See here, this is simplified as v equal to c root r s naught, where c is a constant which is equal to w root of omega by k rho, or this is known as Chessy's constant. This is known as Chessy's constant. അപ്പോൾ ഇതാണ് Chessy's formula. Chessy's formula is equal to velocity is equal to c root r s naught. Okay, where v is velocity expressed in meter per second, or if I express in dimension I can write it as meter in the dimension, അതായത് length in the dimension L ആണ്, time in the dimension t ആണ്. So per second എന്നുള്ള t raised to minus 1. I can represent it like this. And r, hydraulic radius, r equal to a by p ആണ്. So meter square by meter, അതിൻ്റെ unit meter ആണ്. So if I represent the dimension
I can represent it as L. Then S naught എന്താണ് slope ആണ്. Slope ന് unit ഉണ്ടോ? ഇല്ല. Now if I want to find out what is the unit or dimension of Chassis constant, if I want to find out what is the unit and dimension of Chassis constant, okay. So how will I find out? Means first let me find out the unit. So meter per second, this will be equal to C into root of, what is this one, unit of hydraulic radius, that is meter. So meter, so this implies C equal to meter per second into 1 by root meter. So this will get cancelled and whatever you remains is meter raised to half into s raised to minus half, right? Or if I want to represent the dimension, how I represent the dimension is, so velocity dimension is Lt raised to minus 1. This is equal to C into root of dimension of hydraulic radius is L. So from this here, this implies dimension of Chassis constant is equal to L raised to half T raised to minus half. ഓക്കെ, ഇത് ചുമ്മാ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു മാർക്കിനോ 2 മാർക്കിനൊക്കെ വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ചെസിസ് കോൺസ്റ്റന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിയേണ്ടത്? യു ഷുഡ് നോ ഹൗ ടു കമ്പ്യൂട്ട് ദിസ് യൂണിഫോം ഫ്ലോ കമ്പ്യൂട്ടേഷൻ ഓർ ഹൗ ടു ഡിറൈവ് ദിസ് ഇക്വേഷൻ വി ഈക്വൽ ടു സി റൂട്ട് ആർ എസ്. അതും ചോദിക്കാറുണ്ട്. അതല്ലാതെ ഈ ഇക്വേഷൻ തറോ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള യൂണിഫോം ഫ്ലോ കമ്പ്യൂട്ടേഷൻ്റെ ഫോർമുല, ലൈക്ക് മാനിങ്സ് ഫോർമുല, കുട്ടേഴ്സ് ഫോർമുല, അതൊക്കെ നമുക്ക് നോക്കാം.